ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടോ, ഇത് നമ്മുടെ അഡീനിയം പ്ലാന്റിന്റെ വിത്താണ്. അപ്പൊ ഞാൻ അഡീനിയത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ കയ്യിൽ വിത്തുണ്ടോ, വിത്തുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് വരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരുമെന്ന്. എൻ്റെ അഡീനിയത്തിന്റെ പൂക്കളൊക്കെ പോയിട്ട് വിത്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 വിത്തുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇത് ബാക്കിയുള്ള വിത്ത്. അപ്പം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നൂല് ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള വിത്താണ് നമ്മുടെ അഡീനിയത്തിൻ്റെ എന്ന് പറയുമ്പോൾ. അപ്പൂപ്പന്താടി പോലത്തെ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള വിത്ത്. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിനെ നടുവിനെ വെച്ചിട്ട് ഇതങ്ങ് പൊളക്കും. പൊളന്ന് കഴിയുമ്പോൾ ഈ വിത്ത് കാറ്റത്തങ്ങ് പറന്നു പോവുക ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഇതിൻ്റെ വിത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനു മുന്നേയൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ കാറ്റത്തങ്ങ് പറന്നു പോയി. എനിക്കറിയില്ലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ മുതൽ ഞാൻ ചെയ്തൊരു പണിയാണ്, ഇതിനകത്ത് ഇങ്ങനെ നൂല് ചുറ്റി അങ്ങ് വെക്കും. അപ്പോൾ മുകൾ മുതൽ താഴെ വരെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നൂല് ചുറ്റി കെട്ടി വെക്കും. അങ്ങനെ കെട്ടി വെക്കുമ്പം ഇതിങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറന്നു പോകാൻ പറ്റില്ല, അതിൽ തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ തന്നെ വിത്തിരിപ്പം. അപ്പോൾ നമുക്ക് വിത്ത് കിട്ടും, നമുക്ക് വിത്ത് വാങ്ങി തൈ കളിപ്പിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചതേ ഉള്ളൂ, ഇതൊന്നല്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് എന്ന് വെച്ചാൽ പല കളേഴ്സുള്ള കുറച്ച് ബാൽസത്തിന്റെ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബാൽസം ചെടികളുടെ കെയറിനെ പറ്റിയിട്ടാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാട്ടോ ബാൽസത്തിന്റെ, ഒരുപാട് കളേഴ്സ് ഉണ്ട് പൂക്കൾ. അപ്പോൾ നമുക്ക് വീടുകളിൽ നിസ്സാരമായിട്ട് വലിയ പരിചരണമൊന്നും ഇല്ലാതെ നിസ്സാരമായിട്ട് നട്ടു വളർത്തുകയും ധാരാളം പൂക്കൾ തരുന്നൊരു ചെടിയാണ് നമ്മുടെ ബാൽസ ചെടി എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള ബാൽസ ചെടിയുടെ കെയറിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് കൊച്ചു ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരിട്ട് നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്കും ബാൽസ കെയറിനെ പറ്റിയൊക്കെ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാൽസത്തിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ. എൻ്റെ കയ്യിൽ ഒരുപാട് ഒരു 10 കൂടുതൽ ഷെയ്ഡുള്ള ബാൽസത്തിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ നട്ട് വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണ്. അതുമാത്രമല്ല കണ്ണിന് വളരെ കളർഫുൾ ആയിട്ടുള്ള വീട്ടിൽ എൻട്രൻസിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ്. ഡെയിലി ഉള്ള നന ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ബാൽസം എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ വളർന്നു നിൽക്കും. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഇല പെട്ടെന്ന് അങ്ങ് മഞ്ച് കുഴഞ്ഞു പോകും, പിന്നെ അതിന്റെ ജീവൻ പോയ ചെടിയുടെ. അപ്പോൾ വെള്ളം അത്യാവശ്യം വേണം, അതുപോലെ തന്നെ വെയിലും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീടിന്റെ മുറ്റത്ത് വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ 4 മണിപ്പൂവിന്റെ കളറ്, മജന്ത കളറ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡ്. നമ്മുടെ നഴ്സറികളിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഇതിന്റെ പല കളേഴ്സ്, റെയർ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ്, നല്ല കടും മജന്ത കളറ്, ചുമപ്പ് കളറ്, ചില്ലി റെഡ്, ഇതൊക്കെ ഒരുപാട് അതിന്റെ കളേഴ്സ് വരുന്നുണ്ട്, ഓറഞ്ച്. അങ്ങനെ ഒരുപാട് കളേഴ്സ് നമുക്ക് നഴ്സറിയിൽ കിട്ടുന്നുണ്ട് ഈ ഒരു ബാൽസത്തിന്റെ. അപ്പൊ അതിന്റെ ഓറഞ്ചാണ് ഞങ്ങൾ ഒരു തവണ ഇതിനൊക്കെ നഴ്സറിയിൽ നിന്ന് ഒരു എക്സിബിഷനാണെന്ന് തോന്നുന്നു കേട്ടോ, പോയപ്പോൾ ഇതുപോലെ മേടിച്ച് വളർത്തിയതാ. പക്ഷെ അത് നല്ല രീതിയിൽ പിടിച്ചിട്ട് ഞങ്ങൾ അതിന്റെ കമ്പൊക്കെ പിടിച്ചിട്ട് ഒരുപാട് കണ്ടോ, കറക്റ്റ് ഇതാണ്. ഇത് മുമ്പുള്ളതായിരുന്നു, അതിന്റെ കാലാവധി ഒരുപാട് തീരാറായി. അതുപോലെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു വലിയ പൂവാണ്, ഹൈബ്രിഡ് ഇനം പൂവായതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട്. അല്ലെങ്കിൽ ഇത് ഈ ഒരു സൈസൊക്കെ വരത്തോളൂ, ഈ ഒരു സൈസ്. അപ്പൊ അതിന്റെ ഒരുപാട് കളക്ഷൻസാണ്. ഇതെന്ന് പറയുമ്പം മജന്തയില് വൈറ്റ് ഷെയ്ഡുള്ളതാണ്. പിന്നെ ഇതൊരു ഓറഞ്ച്. പിന്നെ ഇത് റെഡിനകത്ത് ഒരു ചെറിയ വൈറ്റ് കുത്തുകൾ വരുന്നത്. ഇത് ഓറഞ്ചിനകത്ത് വൈറ്റ് കുത്തുകൾ. ഇത് ഡാർക്ക് ഓറഞ്ച്. പിന്നെ ഇതൊരു ലൈറ്റ് പിങ്ക് കണക്കത്തൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതേണ്ടേ ഓറഞ്ചിനകത്ത്, ലൈറ്റ് ഓറഞ്ചിനകത്ത് വൈറ്റ് ഷെയ്ഡ്, പിന്നെ സിംഗിൾ റെഡ്, ഇങ്ങനെ ഒരുപാട് കളേഴ്സാണ്. വൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. വൈറ്റിന്റെ ഒക്കെ വലിയ പ്ലാന്റ് ചീത്തയായിട്ട് ഞാൻ ചെറുതായിട്ട് വെച്ച് പിടിച്ചിരിക്കുന്നേ ഉള്ളൂ, അത് പൂക്കളില്ല. അതുപോലെ കുറേ ചെടികളുണ്ട്, ഇതുപോലെ പല കളേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പൊ അതിന്റെയൊക്കെ വലിയ ഇതിനകത്തുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ പൂക്കൾ കൊഴിഞ്ഞിട്ട് നിന്നിട്ട് ഞാൻ അതിൽ നിന്ന് ചെറിയ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാനിത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചച്ചാണകം ഉണ്ടല്ലോ, അപ്പോൾ ഫ്രണ്ടിലെ പറമ്പിലൊക്കെ പശുവിനെ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ അതിന്റെ ചാണകം എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളത്തിൽ കലക്കി വെക്കും. കലക്കി വെച്ചിട്ട് ഒരു 3 ദിവസം അതുപോലെ വെച്ചിട്ട് അതിന്റെ തെളി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കും. തെളി എടുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തഴച്ച് കയറി വരികയും ചെയ്യും, അതുപോലെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് നടാനായിട്ട് ആവശ്യമെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഗ്രോ ബാഗിൽ
പഴയ ഗ്രോ ബാഗില്, പിന്നെ ചെടിച്ചട്ടികൾ കുറെ, മുക്കാൽ ഭാഗവും ഞാൻ ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെടിച്ചട്ടിയിലായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ പൊട്ടിയ ബക്കറ്റുകളൊക്കെ കാണുമല്ലോ, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, പൊട്ടിയ ബക്കറ്റ് കാണും, ചെറിയ ബേസിൻ കാണും, അതുപോലത്തെ ഒക്കെ പാട്ടയിൽ ഐസ്ക്രീമിന്റെ ഒക്കെ ഡബ്ബ ഉണ്ടല്ലോ, ഇതിനകത്തെല്ലാം നമുക്ക് നമ്മുടെ ഈ ബാൽസം ചെടി നട്ടു വളർത്താവുന്നേ ഉള്ളൂ. ചെടിച്ചട്ടി തന്നെ വേണമെന്നില്ല. അപ്പൊ നിസ്സാരമായിട്ട് ഇതുപോലുള്ള സാധനങ്ങളിലെല്ലാം നമ്മുടെ ബാൽസം ചെടി വളർത്താൻ പറ്റും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ തൈ ഉൽപാദനം എന്ന് പറയുന്നത് തണ്ട് ഒടിച്ചു വെക്കുക ചെയ്യുന്നത്. നല്ല എന്ന് വെച്ചാൽ അത്യാവശ്യം കിളുന്തായിട്ടുള്ള, ഒരുപാട് മുറ്റിയ തണ്ടല്ല, ഒരു അത്യാവശ്യം മെച്ചുവറായതും എന്നാൽ ഒരുപാട് മെച്യൂരിറ്റി അല്ലാത്തതുമായ കിളുന്തായിട്ടുള്ള തണ്ട്. അപ്പൊ അത് ഒടിച്ച് ഇതിന്റെ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്ന ഭാഗം ഒടിച്ചിട്ട് അത് തൈ നട്ട് വെക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെടിച്ചട്ടി ഉണ്ടല്ലോ, നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ പല ചെടികളും മേടിക്കുന്നത് കൊച്ചു ചട്ടിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചട്ടി എടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാല് മേടിക്കുമല്ലോ, പാല് മേടിക്കുന്ന കവർ കാണും, മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ മേടിക്കുന്ന കൊച്ചു കവറുകൾ കാണും. അപ്പം ഇതിനകത്തൊക്കെ നമ്മുടെ മണ്ണിട്ട് വളവും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ച് വെച്ച് കിളിപ്പിക്കണം. അപ്പോൾ കിളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കവറങ്ങ് കയറി, നമ്മൾ നഴ്സറിയിൽ നിന്ന് പല ചെടിയും കവറിൽ മേടിച്ചുകൊണ്ട് വരികയല്ലേ, കവർ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ മണ്ണ് റെഡിയാക്കിയിട്ട് പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ട് നമ്മളിത് കുഴിച്ചു വെക്കുക കവറം കയറിയിട്ട്. അതേ സെയിം മെത്തേഡായിട്ട് നമുക്ക് ബാൽസം നമുക്ക് വീട്ടിൽ ചെയ്യാം. ചെറിയ കവറിനകത്ത് ഇതുപോലെ പാലിൻ്റെയൊക്കെ നല്ലപോലെ കഴുകണം കേട്ടോ, അല്ലെങ്കിൽ തിരിച്ചു വെക്കണം, കവറ് തിരിച്ചു വെക്കണം, അകം പുറമാക്കണം, പുറം അകമാക്കണം. ഇതുപോലെ വെച്ചിട്ട് മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ്, പിന്നെ നമ്മുടെ തേയിലക്കൊത്തുണ്ടല്ലോ, ആ തേയിലക്കൊത്തും കൂടിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ ബാൽസത്തിന്റെ ചെറിയൊരു തണ്ട്, നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിളുന്ത് തണ്ട്, ആ കിളുന്ത് തണ്ട് ഒടിച്ചു വെച്ചിട്ട് ഒരുപാട് വെയിൽ കിട്ടുന്നിടത്ത് ആദ്യം വെക്കരുത്. കുറച്ച് ദിവസം ഇത് കിളുക്കുന്നത് വരേക്കും വെയിലൊന്നും അടിക്കാത്ത രീതിയിൽ കൊണ്ടുവച്ച് പിടിപ്പിക്കാം. പിടിപ്പിച്ചതിന് ശേഷം ഇതല്പം എന്ന് വെച്ചാൽ കിളുത്ത് വന്നു, അതൊരു ഹെൽത്തി ആണെന്ന് നമുക്ക് അതിൻ്റെ ഇലകളും അതിൻ്റെ വളർച്ച അനുസരിച്ച് നമുക്ക് മനസ്സിലാവും. ആ മനസ്സിലാവുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് നല്ല പോലെ അതിനകത്ത് മണ്ണ് കേട്ടോ, ഇതിനു മുന്നേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ ചെടി വെച്ചിരിക്കുന്ന മണ്ണാണെങ്കിൽ അത് മാറ്റിയിട്ട് അത് അഥവാ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാഴ്ചയെങ്കിലും ആ മണ്ണ് എവിടെയെങ്കിലും ഒന്ന് നിവർത്തിയിടണം. ഒരു ചാക്കിനകത്തോ എന്തിനകത്തെങ്കിലും നിവർത്തി വെയിൽ കാണാത്ത രീതിയിൽ വെക്കണം. അപ്പം അതിനകത്ത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് അങ്ങ് പോവും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഒക്കെ ഇട്ട് വെക്കുന്നതാണെങ്കിൽ സ്യൂഡോമോണസോ അല്ലെങ്കിൽ കുമ്മായൊക്കെ വിതറി വെക്കാം. അതൊന്നും ഇല്ലെങ്കിൽ ചെറിയ ചാക്കിനകത്ത് നമുക്ക് ഈ മണ്ണ് അതുപോലെ അങ്ങ് ഇട്ട് നിവർത്തി വെക്കാം വെയിലത്ത്. അതിനുശേഷം അതിനകത്തേക്ക് ഈക്വലായിട്ട് ചാണകപ്പൊടി, അപ്പോൾ വേറെ ഒന്നും ചേർക്കേണ്ട, ചാണകപ്പൊടി മാത്രം ചെയ്തിട്ട് നമുക്ക് വെക്കാം. അപ്പം വലിയ ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെപ്പോഴും നനവ് വേണം. എന്ന് വെച്ചാൽ വെള്ളം അമിതമാവാനും പാടില്ല. നമ്മുടെ ബാൽസത്തിന് വളരെ കുറച്ച് വെള്ളം മതി. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മണ്ണും ചാണകപ്പൊടി എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചകിരിച്ചോറുണ്ടല്ലോ, അല്ലെങ്കിൽ ചകിരിച്ചോറ് അഥവാ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഓർക്കിഡൊക്കെ ചെയ്യുന്നവർ പുറത്തുനിന്ന് കൊക്കോപ്പിന്റെ ചെറിയ തൊണ്ടിന്റെ പീസ് മേടിക്കാറുണ്ടല്ലേ, അപ്പൊ അത് ഇടാം. അല്ലെങ്കിൽ നമ്മുടെ ചകിരി ഉണ്ടല്ലോ, വീട്ടില് തൊണ്ടും ചകിരിയൊക്കെ കാണുമായിരിക്കും. അപ്പൊ ചകിരി എടുക്കുക, ചെറുതായിട്ട് ഞെറുക്കുക, ഇതിന്റെ ഇടയ്ക്ക് അതങ്ങ് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ചെറിയ നമ്മുടെ പാലിന്റെ കവറിൽ അല്ലെങ്കിൽ ഓരോ മേടിക്കുന്ന തേയില കവറിലൊക്കെ വെച്ചിരിക്കുന്ന കിളുത്ത് നിൽക്കുന്ന നമ്മുടെ ബാൽസത്തിന്റെ ചെടി അതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അത് ചെയ്തിട്ട് അതും ഒരു 2-3 ദിവസം ഒരുപാട് വെയിലത്തോണ്ട് വെക്കരുത്. നമ്മൾ ഒരു ചെടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ ഉടനെ കൊണ്ടുവന്ന് വെയിലത്ത് വെക്കരുത്. അത് കുറച്ച് ദിവസം അതൊന്ന് കെയർ ചെയ്തിട്ട് മാക്സിമം നമ്മളൊന്ന് കെയർ ചെയ്യണം. തണലത്തെ ഷെയ്ഡത്ത് വെച്ചിട്ട് കെയർ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്നിടത്ത് കൊണ്ടുവെക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്, തെങ്ങാണ് നിൽക്കുന്നത്, പക്ഷെ നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ തെക്കൻ ചായവൊക്കെ നല്ല വെയിൽ ഇവിടെ കറക്റ്റ് കിട്ടുന്നൊരു ഭാഗമാണ് വെയിലത്ത്. ആ വെയിലത്ത് നിൽക്കുന്നത് കാരണം ഇതിനകത്ത് എല്ലാം പൂക്കളുണ്ട്. അപ്പോൾ വെയിൽ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ വെള്ളവും അത്യാവശ്യമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, അതിനകത്തുനിന്ന് തണ്ട് ഒടിച്ചു വെച്ചിട്ടാണ് നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. അല്ലാതെ എനിക്ക് വന്നൊരു കാര്യമാണ്. അപ്പം പലർക്കും എനിക്കറിയത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടാവുന്നു. അപ്പോൾ എൻ്റെ ഇതുപോലെ കുറേ ബാൽസം ഞാൻ ഇങ്ങനെ വേറൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യം. അപ്പം നമ്മുടെ ചൈനീസ് ബാൽസം എന്നൊക്കെ പറഞ്ഞ് വിത്തിട്ട് കിളിപ്പിക്കുന്ന ഒരു തരം ബാൽസം ഉണ്ട്. ചുമപ്പും വെള്ളയും ലൈറ്റ് റോസും ഒക്കെ കളറിലെ നമ്മളെ ബാൽസങ്ങൾ വീട്ടിലുണ്ട്. അപ്പൊ അത് വിത്തിട്ടാണ് കിളിപ്പിക്കുന്നത്. അതുപോലത്തെ വിത്ത് നമ്മുടെ ഈ പൂ കൊഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് വരും.
പലപ്പോഴും അതങ്ങ് കൊഴിഞ്ഞു പോവുക ചെയ്യുന്നത്. പക്ഷെ എൻ്റെ അതിനകത്ത് പലതിനകത്തും ഇതുപോലത്തെ വിത്തുകൾ വന്നിട്ട് നല്ല അതുപോലെ നമ്മൾ ചൈനീസ് ബാൽസത്തിന്റെ വിത്തെടുത്ത് ഇടുമ്പോൾ പോലെ അതേ സെയിം വിത്തുകളും കണക്ക് ഇവ വന്നിട്ട് തൈ കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് സ്റ്റാൻഡിൽ ഇരുന്നപ്പോൾ അതിങ്ങനെ താഴെ വീണ് താഴെ മൊത്തം തൈ കിളുത്തു നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതിനകത്ത് വിത്തുണ്ടോന്ന്. ഇപ്പോഴും ഞാൻ ഇതുപോലെ കാണുന്നത് കേട്ടോ. ഇതുപോലെ വന്നിട്ട് അതങ്ങ് വലുതാവും. ചൈനീസ് ബാൽസത്തിന്റെ വിത്ത് പോലെ ആയിട്ട് അതിൽ നിന്ന് നമുക്ക് ഇട്ട് തൈ കിളിപ്പിക്കാം. അങ്ങനെ ഇട്ട് വരുന്ന തൈകൾക്ക് ഈ സെയിം കളറാവണമെന്നില്ല, വേറെ കളറുള്ള തൈകളും കിളുത്ത് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ അഥവാ നിങ്ങളുടെ കയ്യിൽ ബാൽസത്തിലൊക്കെ ഇതുപോലത്തുള്ള ചെറിയ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കെയർ ചെയ്യുക. കെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റിയിലെ കളേഴ്സിലെ ബാൽസത്തിന്റെ തൈ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വിത്തൊക്കെ വരുമ്പോഴേ അത് ഇതുപോലെ ചെയ്യണം. ചെറിയ ഒരു കവറിലോ ചെറിയ ചട്ടിയിലോ ഒക്കെ വെച്ച് ഇത്തിരി ഒന്ന് ഗ്രോത്ത് ആയതിനു ശേഷം മാത്രം നമ്മൾ ഇതുപോലെ വലിയ ചട്ടികൾ പറിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് കുറെ കൂടെ ആ പ്ലാന്റിന്റെ ഒരു ഹെൽത്തിന് നല്ലത്. ഇപ്പം ഡയറക്റ്റ് വലിയ ചട്ടിയാകുമ്പോൾ ഏതൊരു ചെടിയും നമ്മൾ ചെറിയ തൈകള് വലിയ ചട്ടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് അത്രത്തോളം അതിൽ നിന്ന് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകത്തില്ല വലിയ ചട്ടിയിൽ നിന്ന്. അപ്പൊ ചെറുതാകുമ്പോൾ അതിന് കുറെ കൂടെ ആയാസം വരും. ഇപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളെ കൊണ്ട് പല കാര്യങ്ങളും അതുപോലെ സമയം പറയാറില്ല, അതുപോലെ തന്നെ നമ്മളെ ചെടികളിൽ വളരെ കൊച്ചായിരിക്കുമ്പോൾ അതുപോലെ മതി, വലുതാവുന്നതനുസരിച്ച് അതിന്റെ ആവശ്യമുള്ളൂ. ബാൽസം ചെടികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൽ പോലെ അത്യാവശ്യമാണ് വെള്ളമെന്ന്. പക്ഷെ വെള്ളത്തിന്റെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല. ഇപ്പൊ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടിയുടെ ഇലയൊക്കെ ഇത്ര ഹെൽത്തി ആയിട്ടും പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ തൊട്ടാ മണ്ണിങ്ങനെ കുഴിഞ്ഞ് പൂന്തു പോകുന്ന രീതിയിൽ അത്രത്തോളം വെള്ളം ഈ ചെടിച്ചട്ടിയിൽ ഇല്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിയിൽ കറക്റ്റ് ഡ്രെയിനേജ് ഹോളൊന്നും ഇല്ലെങ്കിൽ ഈ ചെടിയുടെ ഇത് വെള്ളമുള്ള തണ്ടാണ് കേട്ടോ. നമ്മുടെ ഓർക്കിഡിനെയൊക്കെ പോലെ തന്നെ വെള്ളത്തിന്റെ തണ്ടുകളാണ് ഇതിനകത്ത്. അപ്പോൾ അത് അങ്ങ് ചീഞ്ഞു പോകും. അപ്പം മെയിനായിട്ട് നമ്മുടെ ഈ ഇതിനകത്ത് ഈ ബാൽസത്തിനകത്ത് വരുന്നൊരു പ്രധാന അസുഖം എന്ന് പറയുമ്പോൾ ചീയലിന്റെ അസുഖമാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ ഒരുപാടുള്ള കൂടുതൽ കൊണ്ടിട്ട് ഈ തണ്ടെല്ലാം ചീഞ്ഞിട്ട് ഒടിഞ്ഞങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെടി മൊത്തം ഇടങ്ങ് നശിച്ചു പോകും. ഈ ചീയലിന്റെ ഒരു ചെറിയൊരു അംശം നമ്മുടെ ഈ ബാൽസത്തിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ചെടി മൊത്തം നശിച്ചു പോകും. അപ്പൊ അത് കൈയോടെ തന്നെ നോക്കി പരിഹരിക്കണം. അപ്പം മെയിനായിട്ട് നോക്കേണ്ടത് വെള്ളം ഒരുപാട് കൂടാതിരിക്കാനും കറക്റ്റ് ഡ്രെയിനേജ് ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ നമുക്ക് നല്ല പോലെ ചെടി നമുക്ക് നട്ട് വളർത്താവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് നിറച്ചും പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലേ, കൊല പോലെ പൂക്കളായിട്ട് നിൽക്കുക. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഞാൻ ഇതിന്റെ മാസം കണക്ക് നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ പൂക്കളുടെയൊക്കെ കുറവ് വരുമ്പോൾ നമുക്കറിയാം അതിന്റെ കാലാവധി തീരാറായി, മറ്റൊരു ചെടി വെക്കേണ്ട സമയമായിന്ന്. അപ്പൊ ഞാനെന്താന്ന് വെച്ചാൽ ഇതുപോലെ നല്ല പോലെ പൂത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ നല്ല കിളുന്ത് തണ്ട് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചട്ടിയിലോ അല്ലെങ്കിൽ കവറിലോ ഏതെങ്കിലും വെച്ചിട്ട് ഒരു നഴ്സറി പോലെ നമ്മുടെ ഓർക്കിഡിന്റെ തൈകളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാറില്ല, അതുപോലെ തന്നെ ഇതിന്റെ ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെച്ചിരുന്നിട്ട് ഇത് കഴിയുന്ന ഉടനെ ഈ ചെടിച്ചട്ടിയിലെ മണ്ണ് ഒരു ചാക്കിനകത്തോട്ട് തട്ടിയിട്ടിട്ട് വേറെ മണ്ണ് നിറയ്ക്കും. ഈ ചട്ടിയിലോട്ട് വേറെ മണ്ണും അതുപോലെ തന്നെ പോട്ടിങ്സ് എല്ലാം കൂടി നിറച്ചതിന് ശേഷം ഞാൻ ആ നഴ്സറിയിൽ വെച്ചിരിക്കുന്ന ചെറിയ തൈ എടുത്തുകൊണ്ടുവന്ന് ഇതിനകത്തങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്നും വീട്ടിൽ ബാൽസത്തിന്റെ പൂക്കളെന്ന് വെച്ചാൽ അത് അത്യാവശ്യം ഈ ഒരു ഏജൊക്കെ ആവും. ആ കവറിനകത്ത് ഇരുന്ന് നല്ല പോലെ ഒരു ചെറിയ 1-2 പൂക്കളൊക്കെ വരുന്ന സമയമാകുമ്പോഴേ ഞാൻ കറക്റ്റ് അത് പറിച്ച് അതിൽ നിന്ന് കീറി വലിയ ചട്ടിയിലോട്ട് വെക്കുന്നത്. അപ്പൊ ഇത് പോയി കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും ബാൽസത്തിന്റെ പൂക്കൾ കാണും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ കുറെ നാളിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വേറൊരു ചെടി വെച്ചില്ല എങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ഈ പൂക്കളൊക്കെ പോകും. പിന്നെ നമ്മുടെ കയ്യിൽ ഈ കളറ് എല്ലാത്തിന്റെ ഇലയിൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓരോ കളേഴ്സിന്റെ ഇലകൾക്കും തണ്ടിനൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇപ്പൊ റെഡ് ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തണ്ടിന് കുറച്ചൊരു മെറൂൺ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. പക്ഷെ ഈ വൈറ്റ് ഇതുപോലത്തെ ഓറഞ്ചിൽ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ മജന്ത ഇതിനൊക്കെ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇളം പച്ച നിറത്തിലുള്ള തണ്ടുകളാണ്. അപ്പൊ നമുക്ക് ചെടികൾ തമ്മിൽ കളേഴ്സുള്ള ചെടികൾ തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പൂക്കളെല്ലാം പോയി നിന്ന് കഴിഞ്ഞാൽ ഏത് കളറിലെ പ്ലാന്റ് ആണെന്ന് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനെന്ന് വെച്ചാൽ പൂക്കൾ നിൽക്കുമ്പോൾ തന്നെ തൈകൾ വേറെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ആ തൈകൾ പോകത്തതുമില്ല, എന്നും നമ്മുടെ വീട്ടിൽ പൂക്കൾ ഉണ്ടാവും. അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്നും നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ നിൽക്കണമെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ നിർത്താൻ സാധിക്കും. ഭയങ്കര കിളികളുടെ ഒച്ചയാട്ടോ, ഒരുപാട് കരിയിലെ കിളികളാ.
കൂട്ടമായിട്ട് വന്നിരിപ്പുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും. കുറെ കാക്കകളുണ്ട്, മൈനകളുണ്ട്. ഇതിപ്പോ കരിയില കിളികളും അതുപോലെ തന്നെ മൈനയോ ഭയങ്കര ചിലപ്പോ. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ല പോലെ ബാൽസ ചെടികളൊക്കെ വീട്ടിൽ നട്ട് വളർത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.